മാത്രമല്ല അദ്ദേഹം ജീവിതത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന ഒരു അമാനുഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ അദ്ദേഹത്തിന്റെ ദിവ്യ സൃഷ്ടി കൊണ്ട് അല്ലെങ്കിൽ ദിവ്യ ദൃഷ്ടി കൊണ്ട് ദിവ്യജ്ഞാനം കൊണ്ട് സാധിക്കുമെന്ന് പറയാനാണ്, അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ധാരാളം തപസ് ചെയ്താൽ ശേഷികൾ ഇങ്ങനെ വെറുതെ വർദ്ധിക്കുമെന്ന് നമുക്കറിയാം. യുഗങ്ങളായി തപസ് ചെയ്യുന്ന പല മഹർഷിമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ തന്നെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അസുഖങ്ങളാവട്ടെ, രോഗങ്ങളാവട്ടെ, മറ്റു പല ജാതി പ്രശ്നങ്ങളാവട്ടെ, മാനസിക പ്രശ്നങ്ങളാവട്ടെ, അയൽപക്കത്തെ പ്രശ്നങ്ങളാവട്ടെ, സാമ്പത്തിക പ്രശ്നമാവട്ടെ, എല്ലാം തന്നെ പരിഹരിക്കാൻ നമ്മുടെ ജ്ഞാനചൂഷണാനന്ദ ഇതാ റെഡിയായി വന്നിരിക്കുകയാണ് നിങ്ങളെ ഈ കോഴിക്കോട് നഗരത്തിൽ. ആരോ വരുന്നുണ്ടല്ലോ. വരൂ വരൂ വരൂ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? പറയൂ പറയൂ. ആരോ കൈവശം കൊടുത്തു സ്വാമിയെ. അവള് നല്ലോണം പാടുകയും ചെയ്യുന്ന കുട്ടിയായിരുന്നു. നല്ലോണം പഠിക്കുകയും ചെയ്യായിരുന്നു. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. വളരെ കഷ്ടമാണല്ലോ സ്വാമി. ഈ പ്രായമായ പിതാവിനും ആ കുഞ്ഞിനും എന്തെങ്കിലും ഒരു പരിഹാരം സ്വാമി ഉണ്ടാക്കി കൊടുക്കണം. നാം എല്ലാം അറിയുന്നു. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ എല്ലാം തെളിയുന്നു. വലിയ കൈവശമാണ് ഈ കുഞ്ഞിന് നൽകിയിരിക്കുന്നത്. ഇത് നിർവീര്യമാക്കാൻ ഈ ഭൂമി മലയാളത്തിൽ നാം മാത്രമേയുള്ളൂ. തീർച്ചയായും തീർച്ചയായും അദ്ദേഹം നമ്മുടെ ഗുരു നമുക്ക് വരമായി തന്ന അത്ഭുതകരമായ ഒരു കർമ്മമുണ്ട്. ആ കർമ്മം നാം ഇവിടെ അനുഷ്ഠിക്കാൻ പോവുകയാണ്. ഈ മകളുടെ കൈവിഷത്തെ ഭക്തിയിലേക്ക് ആവാഹിച്ച് ജയിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു വിദ്യ നാം ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. പരികർമ്മേ, പച്ചവെള്ളമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മിനറൽ വാട്ടർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന റെയിൽ നീരാണ് ആ ബോട്ടിലുള്ളത്. ആ അത്ഭുതകരമായ വിദ്യ ഈ ഇരയെ ഉപയോഗിച്ചുകൊണ്ടാണ് നാം പ്രദർശിപ്പിക്കാൻ പോകുന്നത്. മകളെ, ഇതിൽ നിന്ന് അല്പം വായിലേക്ക് എടുക്കൂ. ഇത് കുടിക്കാൻ പാടില്ല. വായിലേക്ക് എടുക്കൂ. എല്ലാം നാം ആവാഹിക്കാൻ പോവുകയാണ്. ഇതോടെ മകളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പഴയ പോലെ നല്ല ഓജസ്സും തേജസ്സുമുള്ള കുട്ടിയായി മാറാൻ പോവുകയാണ്. ഇതിലേക്ക് നോക്കൂ. അത്ഭുതം സുഹൃത്തുക്കളെ, അത്ഭുതം. ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ കൈവിഷം ജലത്തിലൂടെ ആവാഹിച്ച് കത്തിച്ചു കളയുകയാണ് നമ്മുടെ സ്വാമി ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ പെൺകുട്ടി ഇതാ വളരെ ക്ഷീണിച്ചു വന്നിരുന്ന ആ പെൺകുട്ടി ഇതാ വളരെ ഊർജത്തോടെ, വളരെ ആവേശത്തോടു കൂടി അവരുടെ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെട്ട് മടങ്ങിപ്പോവുകയാണ്. നിങ്ങൾക്കൊന്ന് കൈയടിച്ചുകൂടെ സുഹൃത്തുക്കളെ? എന്തൊരു ആവേശകരമായ സന്തോഷകരമായ അവസരമാണിത്. ഞങ്ങൾ ഇവിടെ പറയാൻ